2004 Sandro Singh converted to 2014 Sandro Singh. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. 2004 മോഡൽ സാൻഡ്രോ സിംഗ് എടുത്തപ്പോൾ ഉണ്ടായിരുന്ന കോലം ഇതായിരുന്നു. ഇതിൽ നിന്ന് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് 2006 സാൻഡ്രോ സിംഗിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഔട്ട്ലുക്കാണ്. ലുക്ക് ടോട്ടലി ചേഞ്ചായി. അതിനുശേഷമാണ് എനിക്ക് 2010 അല്ലെങ്കിൽ 14 മോഡൽ സാൻഡ്രോ സിംഗിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നത്. അതുപ്രകാരം ഞാൻ 2014 സാൻഡ്രോ സിംഗിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് ഫിറ്റ് ചെയ്തു. ഇത് ഫിറ്റ് ചെയ്തപ്പോൾ വണ്ടിയുടെ ടോട്ടൽ ഔട്ട്ലുക്ക് മാറി. വണ്ടി കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്ത ഫീലായിരുന്നു എനിക്ക് ഇത് യൂസ് ചെയ്തപ്പോൾ കിട്ടിയത്. മാത്രമല്ല ചെറിയ ചെറിയ ഇൻറ്റീരിയർ വർക്ക്, അതായത് സ്റ്റിയറിംഗ് കവർ യൂസ് ചെയ്തു. സീറ്റ് കവർ ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ പോലും റെയിൻ ഗാർഡ്, അതായത് ഈ കാറിന് റെയിൻ ഗാർഡ് ഫിറ്റ് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ കുറച്ചുകൂടി ലുക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചു. റെയിൻ ഗാർഡ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു സൈഡിൽ ബ്ലാക്ക് കളറ് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്. അതായത് റെയിൻ ഗാർഡിൻ്റെ താഴെ ഒട്ടിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളർ സ്റ്റിക്കറാണ്. ഇത് കമ്പനി കളേർഡായിട്ടാണ് വരുന്നത്. വണ്ടിയുടെ ലുക്സ് കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ബ്ലാക്ക് കളറിലെ സ്റ്റിക്കർ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ടോട്ടൽ ഔട്ട്ലുക്കാണ് മാറുന്നത്. ഇത് ചെയ്യാൻ അധികം വലിയ കോസ്റ്റ് ഇല്ല. റെയിൻ ഗാർഡ് സാൻഡ്രോയുടെ തന്നെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത്. ഏകദേശം 200 രൂപ മാത്രമേ 4 എണ്ണത്തിന് കോസ്റ്റ് വന്നുള്ളൂ. സ്റ്റിക്കർ വർക്കിന് ഏകദേശം 800 രൂപ മാത്രമാണ് കോസ്റ്റ് വരുന്നത്. മാത്രമല്ല ഫ്രണ്ടിലത്തെ ഗ്രില്ല് സെക്കൻഡ് ഹാൻഡ് മറ്റൊരു കാറിൻ്റേതാണ്. അതിന് 400 രൂപ. ഏകദേശം 1600-1700 രൂപയ്ക്ക് 2004 സാൻഡ്രോയിൽ നിന്നും 2014 സാൻഡ്രോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് ദ ചാനൽ വിനേക്കർ ലീ.